ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ബഞ്ചാര മാർക്കറ്റിലാണ്. കുറേ കാലമായി ഞങ്ങൾ ഇവിടെ വരണം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ സൗമ്യയുടെ സിസ്റ്റർ ഉണ്ട് സോണി. അപ്പോൾ സോണി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ വരാനുള്ള ഒരു സമയം ഒത്തു വന്നത്. ഇതാ എൻ്റെ ക്യാമറയിൽ എന്താ വീഡിയോ എടുക്കുന്നത് രേണുവാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഇത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഷോപ്പാണ്. ഇവിടെ നമുക്ക് കുറേ അധികം ഈ സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ കിട്ടും കേട്ടോ. നല്ല കളക്ഷനാണ്. പിന്നെ നമ്മൾ നല്ലോണം ബാർഗെയിൻ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നടന്ന് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ കുറേ ഹോം ഡെക്കോറാണ്. ഇവിടെയൊക്കെ നമ്മൾ പലതരത്തിലുള്ള പിന്നെ പെയിൻറ്റിങ്സും അതും ഇതൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ഫർണിച്ചറിൻ്റെതാണ്. അങ്ങനെ ഇങ്ങനെ നടന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ. ഈ ബഞ്ചാര എന്ന് പറയുന്നത് നാടോടികൾ എന്നാണല്ലോ. അപ്പം ഇവിടെ രാജസ്ഥാനിലുള്ള ബഞ്ചാരാസാണ് കൂടുതൽ ഉള്ളത്. അവരുടെ മാർക്കറ്റാണിത്. ഇവർ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് കുറേ കാലം ഒരു സ്ഥലത്ത്, പിന്നെ അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്ത്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറേ കാലി സ്ഥലം കാണുമ്പോൾ അവിടെയാണ് ഇവർ മാർക്കറ്റ് വയ്ക്കുന്നത്. ഇതിപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഗുഡ്ഗാവിലുള്ള ഒരു ബഞ്ചാര മാർക്കറ്റിലാണ്. ഇപ്പോൾ ഏകദേശം സമയം 5 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം എല്ലാ സ്ത്രീകളും കൂടെ അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അവരുടെ അടുത്ത് ഒരു ഹുക്കയുണ്ട്. അതൊക്കെ വലിച്ചിട്ടാണ് അവരിങ്ങനെ ഇരുന്ന് സൊറ പറയുന്നത്. പിന്നെ അതിന് ചുറ്റും കുറേ മക്കളുണ്ട്. ആ മക്കളൊക്കെ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. നമ്മൾ ഈ ഹോം സെൻറ്ററുകളിലൊക്കെ കാണുന്ന ഹോം ഡെക്കോറുകളില്ലേ, അതൊക്കെ തന്നെയാണ് ഇവിടെയും കാണുന്നത്. അതിൻ്റെ പകുതി വില. നമുക്ക് നല്ലോണം ബാർഗെയിൻ ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ. നമുക്ക് കുറേ അധികം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇത് രാജസ്ഥാനിലുള്ള ആൾക്കാരാണ് കൂടുതലുള്ളതെന്ന്. അപ്പോൾ അവിടെയുള്ള പെൺകുട്ടികൾ എന്ത് ഭംഗിയാണെന്നറിയാം അവിടെയുള്ള പെൺകുട്ടികളൊക്കെ കാണാൻ. ഇത് നോക്ക്, അടിപൊളിയല്ലേ. ഇതേപോലത്തെ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഒക്കെ ഉള്ളത്. വലിയൊരു ഏരിയയിലുണ്ട്. നമ്മൾ ശരിക്കും നടന്ന് ക്ഷീണിക്കും കേട്ടോ. ശരിക്കും വിൻ്ററിലാണ് ഇവിടെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യേണ്ട കറക്റ്റ് സമയം. ഈ സമയത്തൊക്കെ പോയാൽ ശരിക്കും നമ്മൾ വാടി കരിഞ്ഞു പോകും. നമ്മളെ വീട്ടിൻ്റെ ഓരോ ഭാഗങ്ങളും, അതായത് ഡ്രോയിങ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ, ബെഡ്റൂം, അവിടെയൊക്കെ വെക്കേണ്ട ഓരോ സാധനങ്ങൾ നമ്മളെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാവണം. ആ ഐഡിയ വെച്ചിട്ട് നമ്മൾ ബഞ്ചാര മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് പിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് ഇവിടെ ലിക്വിഡ് ക്യാഷ് തന്നെ വേണം. ഒരു ഓൺലൈൻ പേയ്മെൻറ്റും അവിടെ നടക്കില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ഭയങ്കര ക്ഷീണം. പിന്നെ ഇതാ നിങ്ങൾക്കറിയാലോ, ഇവരെല്ലാവരും ചായ ലവേഴ്സാണെന്ന്. ഞാൻ പിന്നെ കുറച്ചധികം കുടിക്കാത്തതുകൊണ്ട് എന്തായാലും ഞാനൊരു ചെറിയൊരു ചായ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ചായ എൻ്റെ ചായ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിയതാ. ഭയങ്കര ടയേർഡായി. ഇവിടെ ശരിക്കും നമുക്ക് ഭയങ്കര റീസണബിളാണ് പ്രൈസൊക്കെ. കൂടുതലും ഈ ഹോം ഡെക്കോറാണുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോയിൽ. അപ്പോൾ ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ബഞ്ചാര മാർക്കറ്റിലെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.